ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കാശീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പുലയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ 7ാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ 7ാം മാസത്തെ ചടങ്ങുകളിൽ ആ ചടങ്ങുകളുടെ വീഡിയോ ആണ്. ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 7ാം മാസത്തെ ചടങ്ങ് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു എടുത്തിരുന്നത്. സാധാരണ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് 7ാം മാസത്തെ ചടങ്ങെല്ലാം എടുക്കാറ്. അവിടെ നിന്ന് ചടങ്ങ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരും. അതാണ് സാധാരണ എല്ലായിടത്തും പതിവ്. പക്ഷേ ഇവിടെ നമുക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു നമ്മുടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4-5 ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു, ആ ഒരു മാസം സമയത്തൊക്കെ ആയിരുന്നു കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഞങ്ങളുടെ ആ ഒരു സൈഡ് ഫുള്ള് കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. അതിന് ശേഷം പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ 7ാം മാസത്തെ എൻ്റെ ഈ ചടങ്ങ് ടൈമിൽ അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റിയില്ല. കാരണം അവിടെയും കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്കും ചടങ്ങിന് വരാൻ പറ്റിയില്ല. എന്തായാലും ഫസ്റ്റ് ബേബിയുടെ കാര്യമായതുകൊണ്ട് ചടങ്ങുകളെല്ലാം നമുക്ക് ഉള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ ചടങ്ങ് ചെയ്തു. അമ്മാമ്മയുടെ മേൽത്തോട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, കുഞ്ഞമ്മമാരും അപ്പ അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും നേതൃത്വത്തിൽ പൊങ്കാലയുടെ ചടങ്ങുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നടക്കുന്ന ഫസ്റ്റ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട്, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര കെയറിങ്ങിലാണ്. കാരണം വിറക് നീക്കുന്നതായാലും പറയുന്നുണ്ട്, അടുത്തുനിന്ന് എല്ലാവരും പറയുന്നുണ്ട് സാരി സൂക്ഷിക്കണം, നേരെ നിൽക്കണം, സൂക്ഷിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പുറകിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ഈ ചടങ്ങ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൂടെ ഒന്നെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടൻ്റെ പെങ്ങളോ ആണ് ഇരിക്കേണ്ടത്. അപ്പം മാഷും നാട്ടിലില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് നാത്തൂനും വരാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അവിടുന്ന് ആർക്കും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് ആ ചടങ്ങിലിരുന്നത്. ചേച്ചി എന്ന് വെച്ചാൽ അപ്പയുടെ മോള്. അപ്പോൾ ചേച്ചിയും എനിക്ക് മുറയ്ക്ക് നാത്തൂനായിട്ടാണ് വരുന്നത്. അപ്പം മുറ അനുസരിച്ച് ചേച്ചീനെയാണ് ചടങ്ങ് ടൈമിൽ ഇരുത്തിയത്. കൊറോണ പ്രമാണിച്ച് എല്ലാം വെറൈറ്റി മറന്നു പോയോ? അതെന്റെ കൊച്ചിന് കൊടുക്കണേ. ഇനി പൊങ്കാല എടുത്താ വെച്ചോടിക്കും. പൊങ്കാല ചോറ് എടുത്ത് ചാച്ചിയുടെ വായിൽ വെച്ചോട്. കൊടു, എന്റെ വായിൽ കൊള്ളണ്ടേ. ഞാൻ കുറച്ച് കൊടുത്തില്ല. ചെറുക്കനാണ്, മോളല്ല. ചെറുക്കനെ
സങ്കല്പിച്ച് നമ്മൾ ഇരുത്തിയൊക്കെയാണ്. അതിന്റെ പകരം രാജി. പിന്നെ സ്റ്റാളിലോട്ട് വന്നു.